പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലി അതിക്രമത്തിൽ പ്രതി ഷാജഹാൻ ഷെയ്ഖിനെ സിബിഐ ചോദ്യം ചെയ്യുന്നു. അതേസമയം മമതാ സർക്കാരിനെതിരായി ജനരോഷവും മറുവശത്ത് ശക്തമാവുകയാണ്. അതിനിടെ ഷാജഹാൻ ഷെയ്ഖിന്റെ വീട്ടിലും സിബിഐ പരിശോധന നടത്തുകയാണ്. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചിരികാട്. ജിഷ്ണു, സിബിഐ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒപ്പം പരിശോധനയും തുടരുകയാണ്. കെ.പി. സന്ദേശ് ഖാലി അതിക്രമവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള കുറ്റവാളി തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ സിബിഐ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. അതോടൊപ്പം തന്നെ സന്ദേശ് ഖാലിക്ക് സമീപമുള്ള ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിൽ സിബിഐ സംഘം പരിശോധന നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദ്യം, ഭൂമി തട്ടിയെടുക്കൽ, സ്ത്രീകളെ ലൈംഗികപരമായി ചൂഷണം ചെയ്യൽ, ഒപ്പം അത്തരത്തിലുള്ള നിരവധി പരാതികളാണ് ഇതിനോടകം തന്നെ ഷാജഹാൻ ഷെയ്ഖിനെതിരെ ഉയർന്നിട്ടുള്ളത്. ഏകദേശം 1500-ലധികം പരാതികൾ സന്ദേശ് ഖാലിയിൽ നിന്ന് ഈ ഷാജഹാൻ ഷെയ്ഖും ഒപ്പം അനുയായികൾക്കുമെതിരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഭൂമി തട്ടിപ്പും കൊള്ളയടിക്കലും ഒപ്പം സ്ത്രീകളെ ലൈംഗികപരമായി ചൂഷണം ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള പരാതികളാണുള്ളത്. അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധം ഈ ഷാജഹാൻ ഷെയ്ഖിനെയും ഒപ്പം ഈ തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിനുമെതിരെ ഇപ്പോൾ സന്ദേശ് ഖാലിയിലും ഒപ്പം ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിലും ഡൽഹിയിലും ഒപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ്. കാരണം അതിക്രൂരമായ സംഭവങ്ങളാണ് സന്ദേശ് ഖാലിയിൽ നിന്ന് ഓരോ ദിവസവും അമ്മമാരും സഹോദരിമാരും ഉൾപ്പെടെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായി സുന്ദർബൻ വനമേഖലയിലുള്ള ഈ ദ്വീപ് സമൂഹത്തിലെ വിവിധ ദ്വീപുകൾ ഈ ഷാജഹാൻ ഷെയ്ഖ് ഉൾപ്പെടെയുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആ ദ്വീപ് സമൂഹത്തെ അടിമകളാക്കി വെക്കുകയും അവരുടെ സമ്പാദ്യം കവർന്നെടുക്കുകയും അവരുടെ ഭൂമി കവർന്നെടുക്കുകയും അവിടെയുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്യുകയുമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ സൈ കെട്ടുകൊണ്ടാണ് അവിടെയുള്ള ജനത ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുള്ളത്. വലിയ പ്രതിഷേധം ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച മമതാ സർക്കാർ ഭരണകൂടത്തിനെതിരെയും ബംഗാളിൽ ഉയരുകയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത പശ്ചാത്തലത്തിൽ ബംഗാളിൽ ഒരു രാഷ്ട്രീയ മാറ്റം വേണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടും ഇനിയൊരു സന്ദേശ് ഖാലി ആവർത്തിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുമാണ് വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.